നമസ്കാരം. ഉള്ളത് പറയാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രഖ്യാപനവും KPCC പുനഃസംഘടനയും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അടപടലം വന്ന മാറ്റത്തിന് തെളിവായി. 1,70,000 വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി കിട്ടിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകാൻ മുടക്കിയ 80 ലക്ഷം പോയത് മിച്ചം. കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ട് അബിൻ നാടുകടത്തപ്പെട്ടു. കരയാൻ മാത്രം അവസരം കിട്ടിയ ദേശീയ സെക്രട്ടറി പദവി. കോൺഗ്രസ് പുനഃസംഘടനയിലാകട്ടെ ജനറൽ സെക്രട്ടറി പദവിക്ക് വിലയില്ലാതായി. കോൺഗ്രസിൽ ഇനി KC പട്ടികയും ജെൻസി നേതാക്കളും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കി നാട് കടത്തിയത് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന I ഗ്രൂപ്പിന് കിട്ടിയ അടി. പഴയ പ്രതാപം ഇല്ലാതായ A ഗ്രൂപ്പിന് KM അഭിജിത്തിനെയും രക്ഷിക്കാനായില്ല. അഭിജിത്തും ഡൽഹിയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൊള്ളരുതായ്മ കാരണം VD സതീശന് കൈവിടേണ്ടി വന്ന യൂത്ത് ബ്രിഗേഡ് KC വേണുഗോപാലിന്റെ സഹായത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി സ്വന്തമാക്കി. ഷാഫി പറമ്പിലിന്റെ കരുതീക്കത്തിൽ KCയുടെ പിന്തുണയിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ കരയാനല്ലാതെ അബിൻ വർക്കിക്ക് മറ്റു വഴിയില്ല. അബിനെ പ്രസിഡന്റാക്കാൻ കച്ചമുറുക്കിയ രമേശ് ചെന്നിത്തല ഇനി പരാതിക്കാരന്റെ റോളിലായിരിക്കും. അബിനെ തഴഞ്ഞതിന് ന്യായീകരണമേ ഇല്ല. 1,70,000 വോട്ട് നേടിയ അബിനാണ് യൂത്തിന്റെ പിന്തുണ. ഒരു വോട്ട് ചേർത്തതിന് 50 രൂപ വെച്ച് 80 ലക്ഷം മുടക്കിയെന്ന് അബിൻ പറഞ്ഞത് സംഘടനാ തെരഞ്ഞെടുപ്പിലെ പണത്തിന്റെ സ്വാധീനം സമ്മതിച്ചതിന് തുല്യമാണെങ്കിലും മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയത് നിസ്സാരമല്ല. മാങ്കൂട്ടത്തിൽ രാജിവെച്ചപ്പോൾ രണ്ടാമനായ അബിൻ തന്നെ പ്രസിഡന്റാകാൻ യോഗ്യൻ. പക്ഷേ നടന്നത് മറ്റൊന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്, നാമനിർദ്ദേശത്തിലൂടെ അല്ല പദവികൾ നിശ്ചയിക്കുന്നതെന്ന മേനി നടിക്കലും അബിനെ തഴഞ്ഞതോടെ നഷ്ടമായി. സംഘടനാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി തള്ളിപ്പറയുന്നതിന് തുല്യമായി ഈ പ്രഖ്യാപനം. അബിൻ വർക്കിയെ തഴഞ്ഞതിൽ കടുത്ത അതൃപ്തിയാണ് I ഗ്രൂപ്പിനുള്ളത്. ഗ്രൂപ്പ് പിന്തുണയിലാണ് അബിൻ വർക്കി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിൽക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞതും അതൃപ്തിയുടെ പ്രതിഫലനം. ക്രിസ്ത്യാനിയായി പോയത് അയോഗ്യതയാണോ എന്ന ചോദ്യം പോലും അബിൻ ഉയർത്തിയത് ജാതി മത സമവാക്യങ്ങളാണ് പ്രസിഡന്റാകാൻ തടസ്സമായതെന്ന വ്യാഖ്യാനത്തിലുള്ള മറുപടി കൂടിയാണ്. I ഗ്രൂപ്പിന്റെ ദേഷ്യം പാർട്ടി വേദികളിലും കണ്ടു തുടങ്ങി. കോൺഗ്രസ് പരിപാടിയിൽ അബിനെ തോളിലേറ്റി കൊണ്ടുവരുന്നത് പോലെയുള്ള കലാപരിപാടികൾ. അബിനെ തഴഞ്ഞതിൽ ചാണ്ടി ഉമ്മനും നീരസം പ്രകടിപ്പിച്ചത് KCയുടെ ആധിപത്യത്തിനെതിരെ യോജിച്ചുള്ള എതിർപ്പിന്റെ പ്രതിഫലനം. മുൻപ് താൻ നേരിട്ട അവഗണനയെ ഇതോടൊപ്പം ചാണ്ടി ചേർത്ത് വയ്ക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി OJ ജനീഷ് മത്സരിച്ച സമയത്ത് ഐക്കാരൻ, ഇപ്പോൾ KC ഗ്രൂപ്പ് എന്നും യൂത്ത് ബ്രിഗേഡ് എന്നും പറയാം. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ KC വേണുഗോപാലിന്റെ നോമിനി. വൈസ് പ്രസിഡന്റ് ആകാൻ പോകുന്ന അരിത ബാബു KC ഗ്രൂപ്പ്. Iയും Aയും കളത്തിന് പുറത്ത്.